നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് നിങ്ങളുടെ വലിയ മനസ്സ്. അല്ല, ഞാൻ ഇനി ഇവിടെ നിന്നാ അമ്മ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആന്റി എന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ അതിൽ സത്യേട്ടന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. അതെ, അല്ലെങ്കിൽ തന്നെ നീ ഇവിടുന്ന് പോയാ നിന്റെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞതൊക്കെ നീ സമ്മതിച്ചു കൊടുത്തതിന് തുല്യമാവില്ലേ? അത് വേണോ? അതെ, പക്ഷെ ഗോകുലെ, അതോർത്ത് ഞാനിവിടെ നിന്ന ഒരാപത്തില് എല്ലാം മറന്ന് സഹായിച്ചവരാ നിങ്ങള്. ആ നിങ്ങളോട് നന്ദി കാണിക്കുന്ന പോലെ ആവില്ലേ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ മോളെ? അച്ഛൻ കണ്ടില്ലേ സത്യേട്ടൻ ഇവിടെ നിന്ന് പോവാണെന്ന്? പോകാനോ? എങ്ങോട്ട് പോകുന്നു? നീ ഇപ്പൊ എന്തിനാ സത്യം പോകുന്നേ? എന്റെ അച്ഛ, സുശീലാൻഡ് ഇവിടെ വന്ന് പറഞ്ഞെന്റെ പ്രായച്ചിത്തം അതിനെ ഇവൻ പോവാൻ തീരുമാനിച്ചത്. ആ ബാങ്ക് തൽക്കാലം നീ പോകുന്നില്ല. എടാ സത്യ, എടാ ഞങ്ങൾക്കെന്താ സുശീലെ അറിയാത്താണോ? അവരിവിടെ വന്ന് പറഞ്ഞതിന്റെ പേരിൽ നീ ഇറങ്ങിപ്പോയാ അത് സുശീല ജയിക്കുന്നതിന് തുല്യല്ലേ? അല്ല സർ, അത് എന്താ എന്നെ തോൽപ്പിച്ചിട്ട് അമ്മയെ ജയിപ്പിക്കണമെന്നാണ് തോന്നുന്നേ? അയ്യോ സർ, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. എന്റെ അമ്മയുടെ നാവ് സാറിന് അറിയാലോ. ഇന്ദുവിന്റെ വിവാഹം നടക്കാൻ പോകുന്ന ഈ സമയത്ത് അമ്മ ഓരോന്ന് വിളിച്ചു പറഞ്ഞാൽ അത് നിങ്ങൾക്കും മോശമാവും. സത്യം പറയുന്നതിലും കാര്യമുണ്ട്. സുശീലയുടെ നാവിന് എല്ലില്ലാത്തത്. അതിന് എടാ, നീ ഇപ്പൊ ചെയ്യുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യല്ലേ? അതെ, അത് തന്നെയാ ഞാനും ഇവനോട് പറഞ്ഞേ. സത്യത്തിൽ നിങ്ങൾ മക്കളെ ആന്റി എങ്ങനെ വഷളാക്കുന്നത്? അതാ ശരി. സുശീലയുടെ നാവിനെ ഭയന്ന് നിങ്ങൾ മക്കള് വഴങ്ങിക്കൊടുക്കും തോറും അവർക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം കൂടുകയുള്ളൂ. അതുകൊണ്ടേ നീ ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. സർ, ഇനി നീ കൂടുതലൊന്നും പറയുന്നില്ല. അല്ല, അച്ഛൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. നിന്റെ അമ്മ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അതെ, ഇങ്ങോട്ട് നോക്ക്. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു തന്നെയാ ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും ഇതൊന്നും ഒരു പ്രശ്നമല്ല. നീ വെറുതെ ഈ കാര്യങ്ങൾ ഓർത്ത് പേടിക്കണ്ട. ധൈര്യമായിട്ടിരിക്കേ. അതെ സത്യേട്ടാ, വന്നേ, വാ നടക്കടാ. വാ. നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. സത്യേട്ട റൂമിലേക്ക് ചെല്ലും. അടിച്ചു പൊളിക്കാടാ. വാ. അമ്മേ, 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 വണ്ടിയുടെ താക്കോല് ഉണ്ടായിരുന്നോ? ആ, താക്കോലൂടെ ഉണ്ട്. ആഹാ, നീ നേരത്തെയാണോ? ആ അതെ, ഞാൻ അനുവിന്റെ അടുത്തേക്ക് അമ്മ പോകുന്നത്. അനുവിന്റെ അടുത്തേക്കോ? അതെന്താ, ഭാര്യയെ കാണാൻ വയ്യാതായോ? അതല്ല, കടയുടെ എഗ്രിമെന്റിൽ അനു ഒപ്പിടുന്ന കാര്യം ദാസങ്ങൾ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? അതിന്റെ ആവശ്യത്തിനാണ് ഞാൻ പോകുന്നത്. അതിന് അവൾ ഒപ്പിടാൻ തയ്യാറാവോ? അല്ല, നമ്മളന്ന് സത്യനെ കൊണ്ട് ചോദിച്ചപ്പോ ആലോചിക്കട്ടെ എന്നല്ലേ മഹാറാണി പറഞ്ഞത്? അല്ലമ്മേ, അനു ഒപ്പിട്ട് തരും. ആ, ഭാനുമ്മയെ കൊണ്ട് ഞാൻ ചോദിപ്പിച്ചിരുന്നു. ഒപ്പിടാൻ എതിർപ്പില്ലെന്ന അവിടെ ഭാനുമ്മയോട് പറഞ്ഞത്. അല്ലെങ്കിലും ഏട്ടന് വിഷമമാണെന്ന് അറിഞ്ഞാ എന്ത് ചെയ്യാനും ഏട്ടത്തി തയ്യാറാവും. ഓ, പിന്നെ അനുവിന്റെ സ്വഭാവം എനിക്കറിയാത്തതല്ലോ. ഇന്ദ്രന്റെ നാശമാണ് അവളിപ്പോ ആഗ്രഹിക്കുന്നത്. അതൊക്കെ അമ്മയ്ക്ക് തോന്നുകയല്ലേ? ഏട്ടന്റെ മനസ്സിൽ അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം, അല്ലേ ഏട്ടാ? ആണോ ഇന്ദ്ര? എടാ, ആണോന്ന്? അമ്മ എന്തിനാ വെറുതെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്? ഒപ്പിട്ട് വാങ്ങിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. ആ, അതൊക്കെ ശരിയാ. പക്ഷെ നീ എന്തിനാ ഭാനുമ്മയെ കൊണ്ട് അവളോട് ഈ കാര്യം ആവശ്യപ്പെട്ടത്? എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞത്? ഭാനുമ്മ പറഞ്ഞ അവള് കേൾക്കും തോന്നി, അത്രേ ഉള്ളൂ. അതായിക്കോട്ടെ, പക്ഷെ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോ എന്നോടൊരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? അതോ നിന്റെ അനിയത്തി അനിയനെയും പോലെ നിനക്ക് ഞാൻ ആരും അല്ലാതായോ? എടാ, ആയോന്ന്? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് അമ്മ അന്യാണോ? എന്റെ ഏട്ടാ,
അമ്മ അങ്ങനെ പലതും പറയും. കേൾക്കുന്നവരുടെ വേദന അമ്മയ്ക്ക് പ്രശ്നമല്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രമേ ഉള്ളൂ. അതേടി, അതെ, എനിക്ക് എന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ എന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചുകൊണ്ടാവും നിങ്ങൾ 3 മക്കളും ഇന്ന് എന്റെ മുമ്പിൽ ചോദ്യം ചോദിക്കുന്ന വിധം വളർന്നത്. ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഏട്ടൻ ഏട്ടത്തി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? എനിക്ക് ഏട്ടത്തി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ നീ എന്താ നിന്ന് പരുങ്ങുന്നത്? കാര്യം പറ. ആ ആ നിനക്ക് ഏട്ടത്തി കാണണമെങ്കിൽ നീ വിളിച്ചു പറ. അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ ഞാൻ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. എനിക്ക് വലുത് എൻ്റെ അമ്മ തന്നെയാ. അമ്മയെ സ്നേഹിക്കരുതെന്ന് ആരും പറയില്ല. പക്ഷെ ഭാര്യയ്ക്കും കുഞ്ഞിനും അവരുടേതായ പരിഗണന കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ ദുഃഖിക്കേണ്ടി വരും. ശരിയാ. നിന്നെ പോലെ കെട്ടിയവനെ കാണുമ്പോ പെറ്റ തള്ളയും കൂടപ്പറപ്പുകളെയും തള്ളിക്കളയണം. അതാ മിടുക്ക്. അതെ, അത് തന്നെയാ മിടുക്ക്. തെറ്റാര് ചെയ്താലും അത് തെറ്റാണെന്ന് പറയണം. അല്ലാതെ അമ്മയാണെന്ന് കരുതി എന്ത് പറഞ്ഞാലും അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുള്ളതായി എനിക്കിതുവരെ തോന്നുന്നില്ല. അന്ന് അമ്മയേട്ടനെ എതിർത്തു, അത് ശരിയാ. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു ജീവിതമുണ്ട്. എന്റെ കുഞ്ഞിനൊരു അച്ഛനും ഉണ്ട്. അമ്മയുടെ വാക്ക് മാത്രം കേട്ടിരുന്ന ഇന്ദ്രേട്ടൻ ഇപ്പൊ എന്തായി? ഭാര്യയില്ല, കുഞ്ഞുമില്ല. സോനെ വേണ്ട, എന്റെ പേര് പറഞ്ഞ് നീ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. വേണ്ടടാ, നീ ആയിട്ട് മാറി നിക്കണ്ട. ഞാൻ എതിര് നിൽക്കുന്നതിന്റെ പേരിൽ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുകയും വേണ്ട. ഏട്ടാ, ഏട്ടൻ ഏട്ടത്തെ കൊണ്ടുവരണം. ഞാൻ നോക്കിയിരിക്കും. ഞാൻ പോയിട്ട് വരാം. ഗോകുലേ, ഞങ്ങള് പോയ ജോത്സനെ കണ്ട് ഇന്ദുന്റെയും രാഹുലിന്റെയും ജാതകം കാണിച്ച് തീയതി ഒന്ന് കുറിപ്പിച്ചിട്ട് വരാം. ശരി അച്ഛാ. എന്തിനാ അച്ഛ ധൃതി വെക്കുന്നെ? മഞ്ചാടിയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം അറിഞ്ഞ ശേഷം ഒന്നിച്ച് തീയതി തീരുമാനിച്ച പോരെ? അത് പോരെ മോളെ. ജോത്സ്യര് പറഞ്ഞത് മറന്നോ? ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് ഉടനെ ഒരു മംഗളകർമ്മം നടക്കണം. ഉടനെ നമുക്കത് നടത്തണം. അതിന് താമസിപ്പിക്കാൻ പാടില്ല. അതെ, ഇപ്പൊ നടക്കേണ്ടത് നിന്റെ വിവാഹമാ മോളെ. ധൃതി വെച്ച് മഞ്ചാടിയെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് തന്നെ ശരി. അവര് ഈ പ്രശ്നങ്ങളോടൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് വിവാഹത്തിന് തയ്യാറാവട്ടെ. അതിനു മുമ്പേ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെല്ലുന്നത് അതങ്ങോട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛാ, വിവാഹം ഉടനെ നടത്തുന്നതിനോട് എനിക്കും വലിയ താല്പര്യമില്ല. എന്നാലും ഗോകുലേട്ടന്റെ എന്റെ വിവാഹം ഒരുമിച്ച് നടത്താനല്ലേ അച്ഛനും അമ്മയും ആഗ്രഹിച്ചത്? അതൊക്കെ ശരിയാ. പക്ഷെ അതിനുവേണ്ടി എടുത്തു ചാടണോ? മോളെ, നീ വിഷമിക്കണ്ട. നിന്റെ വിവാഹത്തിന്റെ ഡേറ്റ് കുറിച്ചാ ഉടനെ തന്നെ ഞാൻ മാഷിനെ കാണുന്നുണ്ട്. അപ്പൊ ഗോകുലിന്റെയും മഞ്ചാടിയുടെയും കാര്യം സംസാരിക്കാം. അവർക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് മഞ്ചാടിയുടെയും ഗോകുലിന്റെയും വിവാഹം നടത്താം.